ഇന്നത്തെ നമ്മുടെ ക്ലാസ് ബിസിനസ് മാത്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് യൂണിറ്റിലെ എക്സസൈസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻസുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എക്സസൈസ് 1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദി ഇൻവേഴ്സ് റേഷ്യോ ഓഫ് 11:15 ഈസ്. ദി ഇൻവേഴ്സ് റേഷ്യോ ഓഫ് 11:15 ഈസ്. ഇൻവേഴ്സ് റേഷ്യോ എന്താണ്? A:B ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് എന്താണ്? B:A ആണ്. അപ്പം ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 11:15 എന്നാണ് ക്വസ്റ്റ്യൻ. 11:15 ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എന്താണ്? 15:11 ആയിരിക്കും അതിൻ്റെ ആൻസർ. അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് ടു ക്വാണ്ടിറ്റീസ് ഈസ് 3:4. ഇഫ് ദ ആൻറ്റിസിഡൻറ്റ് ഈസ് 15, ദ കോൺസിക്വൻറ്റ് ഈസ്. The ratio of two quantities is 3:4 if the antecedent is 15. So the ratio of two quantities 3:4 എന്ന് പറയുന്നത് എന്നതിൻ്റെ ആൻറ്റിസിഡൻ്റ് എന്ന് പറയുന്നത് 15 ആണ് തന്നിട്ടുണ്ട്. ആൻറ്റിസിഡൻ്റ് 15 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോൺസിക്വൻറ്റ് കണ്ടുപിടിക്കണം. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആണ് 3/4 ഈക്വലൻ്റ് റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എങ്ങനെയാണ് ആൻറ്റിസിഡൻറ്റ് കിട്ടിയെന്ന് നോക്കാം. 3 ഇൻറ്റു എത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് 15 കിട്ടുന്നത്? 3 ഇൻറ്റു 5 ചെയ്തപ്പോഴാണ് നമുക്ക് 15 കിട്ടുന്നത്. അപ്പോൾ അത് തന്നെ ആയിരിക്കത്തില്ല ഇവിടെയും ചെയ്യണ്ടേ. അപ്പം ഇൻറ്റു 5 ചെയ്യാം. 4 ഇൻറ്റു 5 എത്രയാണ്? 20. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്, കോൺസിക്വൻ്റ് എന്ന് പറയുന്നത് 20 ആണ്. അത് എത്രയാണ്? ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. ഇത്രയാണ് ഓപ്ഷൻ ഡി, 20 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് ദി ക്വാണ്ടിറ്റീസ് ഈസ് 5:7. ഇഫ് ദ കോൺസിക്വൻറ്റ് ഓഫ് ഇറ്റ്സ് ഇൻവേഴ്സ് ഈസ് 5, ദ ആൻറ്റിസിഡൻറ്റ് ഈസ്. ഇപ്പം എന്താണ് റേഷ്യോ തന്നിരിക്കുന്നത്? എത്രയാണ്? 5:7 ആണ്. ദ കോൺസിക്വൻറ്റ് ഓഫ് ഇറ്റ്സ് ഇൻവേഴ്സ് ഈസ് 5 എന്നാണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ ഇൻവേഴ്സിൻ്റെ കോൺസിക്വൻ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇൻവേഴ്സ് എന്താണ്? ഇതിൻ്റെ 7:5 ആണ് ഇതിൻ്റെ ഇൻവേഴ്സ്. 7:5 ആണ് ഇതിൻ്റെ ഇൻവേഴ്സ്. 7:5 നമുക്ക് എങ്ങനെ എഴുതാം? 7/5 എന്ന് എഴുതാം. ഇനി അതിൻ്റെ കോൺസിക്വൻ്റ് എന്താണ് തന്നിരിക്കുന്നത്? 5 എന്നാണ്. കോൺസിക്വൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിനോമിനേറ്റർ ആണ്, 5 ആണ് തന്നിരിക്കുന്നത്. ഇവിടുത്തെയാണ് ആൻറ്റിസിഡൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എന്ത് ചെയ്യണം? 5നെ എന്ത് ചെയ്തപ്പോഴാണ് നമുക്ക് ഇവിടെ 5 കിട്ടിയത്? എന്താണ്? 5 ഇൻറ്റു 1 ചെയ്താൽ നമുക്ക് 5 കിട്ടും. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ആൻസർ? 7 ഇൻറ്റു 1 ആയിരിക്കും ആൻസർ വരുന്നത്. അപ്പോൾ എത്ര വരും? 7 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ സി 7 ആയിരിക്കും ആൻസർ. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 3യുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് കോമ്പൗണ്ട് ഓഫ് 2:3 2:3, 9:4, 5:6 and 8:10 is. ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? കോമ്പൗണ്ട് റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. കോമ്പൗണ്ട് റേഷ്യോ എന്താണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. കോമ്പൗണ്ട് റേഷ്യോ എന്താണ്? തന്നിരിക്കുന്ന റേഷ്യോസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം 2:3 എങ്ങനെ എഴുതാം? 2/3 എന്ന് എഴുതാം. ഇൻറ്റു കോമ്പൗണ്ട് റേഷ്യോ ആയതുകൊണ്ട് ഇൻറ്റു 9:4 എങ്ങനെ എഴുതാം? 9/4 എന്ന് എഴുതാം. ഇൻറ്റു 5:6 അപ്പം 5/6 ഇൻറ്റു 8/10. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാമല്ലോ. 3യും 3യും 3 ഇൻറ്റു 3 9 ആണ്. 3യും 9ഉം ക്യാൻസലായി. 2 ഇൻറ്റു 2 4 ആണ്. അപ്പം 2ഉം 4ഉം ക്യാൻസലായി. ഇനി എന്താ ഉള്ളത്? 3യും 6ഉം ക്യാൻസൽ ചെയ്യാമല്ലോ. 3 ഇൻറ്റു 2 6 ആണ്. ദെൻ 5ഉം 10ഉം ക്യാൻസൽ ചെയ്യാമല്ലോ. 5 ഇൻറ്റു 2 10 ആണ്. ദെൻ 2 വെച്ച് 8നെ ക്യാൻസൽ ചെയ്യാമല്ലോ. 8/2 എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. മിച്ചം എത്ര വന്നു? 4ഉം 2ഉം വീണ്ടും ക്യാൻസൽ ചെയ്യാമല്ലോ. എന്താണ്? 4/2 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാൻ ആൻസർ എത്ര വന്നു? 1/2
1. അപ്പോൾ നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആയിരിക്കും. ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും. ആൻസർ ഓപ്ഷൻ എ. 5th question. The duplicate ratio of 3:4 is 3:4ന്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ പറയുമ്പോൾ എന്താണ്? A:B ആണെങ്കിൽ A:Bയുടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്താണ്? A²:B² ആണ്. അപ്പോൾ 3:4ന്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ത് വരും? 3യുടെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16. അപ്പോൾ 9:16 ആയിരിക്കും ആൻസർ. അത് എത്രയാണ്? ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ. അടുത്ത 6th question. The subduplicate ratio of 25:36. 25:36ന്റെ സബ്ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. A:B ആണെങ്കിൽ അതിന്റെ സബ്ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്താണ്? √A:√B ആണ്. 25ന്റെ റൂട്ട് എത്രയാണ്? 5. 36ന്റെ റൂട്ട് എത്രയാണ്? 6. അപ്പോൾ 5:6 ആയിരിക്കും ആൻസർ. അത് എത്രയാണ്? നമ്മുടെ ഓപ്ഷൻ എത്രയാണ്? ഓപ്ഷൻ ഡി ആയിരിക്കും 6th questionന്റെ ആൻസർ. അടുത്തത് the triplicate ratio of 2:3 is. 7th question. 2:3യുടെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ആണ്. 2:3യുടെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്താണ്? A³:B³ ആണ്. ക്യൂബ് കണ്ടുപിടിക്കണം. അപ്പോൾ എന്താണ്? 2:3യുടെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ത് വരും? 2ന്റെ ക്യൂബ് 8, 3യുടെ ക്യൂബ് 27, 8:27 ആയിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇത് സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് 8:27. 8:27ന്റെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താണ്? ക്യൂബ് റൂട്ട്. 8ന്റെ എന്താണ്? ക്യൂബ് റൂട്ട് ഓഫ് A:ക്യൂബ് റൂട്ട് ഓഫ് B ആണ്. അപ്പോൾ 8ന്റെ ക്യൂബ് റൂട്ട് എത്രയാണ്? 2. 27ന്റെ ക്യൂബ് റൂട്ട് എത്രയാണ്? 3. അപ്പോൾ 2:3 ആയിരിക്കും ആൻസർ. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി. ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും 8th questionന്റെ ആൻസർ. അടുത്തത് 9th question. 9th question എന്താണ്? The ratio of compounded of 4:9 and the duplicate ratio of 3:4 is. The ratio compounded of 4:9 compounded ആണ്. അപ്പോൾ എന്താണ്? രണ്ട് റേഷ്യോസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 4/9 into അടുത്ത എന്താണ്? ഇത് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് 3:4. 3:4ന്റെ ഡ്യൂപ്ലിക്കേറ്റ് 3² എന്ന് വരും. അപ്പോൾ എന്ത് വരും? 4/9 into 3² എത്രയാണ്? 9 ഡിവൈഡഡ് ബൈ 4² 16. ഇത് എത്രയാണ്? 4ഉം 16ഉം ക്യാൻസൽ ചെയ്യുക. അപ്പോൾ എന്താണ്? 4 into 4 ആണ് 16. 9ഉം 9ഉം ക്യാൻസൽ ചെയ്യുക. അപ്പോൾ മിച്ചം എന്താണ്? 1/4 എന്ന് പറയുന്നു. 1/4 നമുക്ക് എങ്ങനെ എഴുതാം? 1:4 എന്ന് എഴുതാം. ഇത് എത്രയാണ്? ഓപ്ഷൻ എ. അപ്പോൾ 9th questionന്റെ ആൻസർ ഓപ്ഷൻ എ. അടുത്ത എന്താണ്? The ratio of compounded of 4:9, the duplicate ratio of 3:4, the triplicate ratio of 2:3 and 9:7 is. The ratio compounded of 4:9 compounded ആണ്. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. 10th question. 4:9 എങ്ങനെ എഴുതാം? 4/9 into അടുത്ത എന്താണ്? Duplicate ratio of 3:4. അപ്പോൾ അത് എത്രയാണ്? 3² into the triplicate ratio of 2:3. 2:3യുടെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ അപ്പോൾ എന്താണ്? 2³ into and 9:7. അപ്പോൾ 9/7 എത്ര വരും? 4/9 into 3² എന്ന് പറഞ്ഞാൽ 9 ഡിവൈഡഡ് ബൈ 4² 16 into 2³ എത്രയാണ്? 8 ഡിവൈഡഡ് ബൈ 3³ 27 into 9/7. നമുക്ക് ക്യാൻസൽ ചെയ്യാമല്ലോ. 9ഉം 9ഉം ക്യാൻസൽ ചെയ്യാം. 4ഉം 16ഉം ക്യാൻസൽ ചെയ്ത് 4 വരും. 4ഉം 8ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്താണ്? 2 വരും. 10. 27ഉം 9ഉം ക്യാൻസൽ ചെയ്യാം. 9 into 3 ആണ് 27. അപ്പം മിച്ചം എത്ര വന്നു? 2/3 into 1/7 എന്ന് വന്നു. ഇതിൻ്റെ ആൻസർ തന്നെ 2 into 1 2, 3 into 7 21. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ 2/21. അപ്പോൾ എത്രയാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ
The ratio compounded of duplicate ratio of 4:5, triplicate ratio 1:3, and subduplicate ratio of 81:256, and subtriplicate ratio of 125:5. Duplicate ratio 4:5. അപ്പോൾ എന്താണ് 4² / 5². കോമ്പൗണ്ടഡ് ആണ്, അപ്പോൾ ഇൻറ്റു ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് 1:3. 1:3 ട്രിപ്ലിക്കേറ്റ് റേഷ്യോ അപ്പോൾ എന്താണ് 1³ / 3³. ആൻഡ് സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് 81:256. അപ്പോൾ എന്താണ് സബ് ഡ്യൂപ്ലിക്കേറ്റ് അപ്പോൾ √81 / √256 ഇൻറ്റു subtriplicate ratio of 125:512. അപ്പോൾ എന്താണ് ക്യൂബ് റൂട്ട്. അപ്പോൾ ക്യൂബ് 125 cube root of 512. എത്ര വരും 4² എത്രയാണ് 16. 5² 25 ഇൻറ്റു 1³ 1, 3³ 27 into square root of 81 9 divided square root of 256 എത്രയാണ് 16 into cube root of 125 5 divided by cube root of 512 എത്രയാണ് 8. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും 16ഉം 16ഉം ക്യാൻസൽ ചെയ്യാം 27ഉം 9ഉം ആയിട്ട്. അപ്പം 9 × 3 ആണ് 27. അപ്പം 27 ക്യാൻസൽ ചെയ്ത് 3 എന്ന് എഴുതാം. then 5 × 5 ആണ് 25. അപ്പം അതും ക്യാൻസൽ ചെയ്യാം. ഇനി എന്തെങ്കിലും ക്യാൻസലേഷൻ ഉണ്ടോ ഇല്ല. അപ്പം മിച്ചം എടുത്ത് എഴുതാമല്ലോ. എന്താണ് ന്യൂമറേറ്ററിൽ 1 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 3 ഇൻറ്റു 8. അപ്പം എന്താണ് 1/5 × 3 15 15 × 8 15 × 8 120. അപ്പോൾ 1/120. അത് നമ്മുടെ ഓപ്ഷൻ്റെ അകത്തുണ്ടോ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആൻസർ നൺ ഓഫ് ദീസ് ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ, നൺ ഓഫ് ദീസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് a is to b equal to 3:4, a is to b equal to 3:4, then find the value of 2a plus 3b is to 3a plus 4b. a is to b എന്ന് പറയുന്നത് 3:4 തന്നിട്ടുണ്ട്. then find the value of 2a plus 3b is to 3a plus 4b എന്നാണ് ക്വസ്റ്റ്യൻ. a is to b നെ നമുക്ക് എങ്ങനെ എഴുതാം a/b എന്ന് എഴുതാം. അപ്പോൾ a/b = 3/4. ഇങ്ങനെ വരുമ്പോൾ എന്താണ് എയുടെ വാല്യൂ 3 ആയിട്ടും ബിയുടെ വാല്യൂ 4 ആയിട്ടും എടുക്കാം. അപ്പോൾ എന്താണ് a എന്ന് പറയുന്നത് 3 എന്നും b എന്ന് പറയുന്നത് 4 എന്നും എടുക്കാം. അപ്പോൾ a 3ഉം b 4ഉം ആണ്. അപ്പോൾ നമ്മുടെ 2a plus 3b എന്നുള്ളത് എങ്ങനെ എഴുതാം 2 × 3 plus 3 × 4 is to 3 × a ആണ്. 3 × 3 plus 4b എന്നാണ്. അപ്പോൾ 4 × 4 2 × 3 6 6 plus 4 3 × 4 12. അപ്പോൾ 6 plus 12 18 is to 3 × 3 9 9 plus 4 × 4 16. അപ്പോൾ 9 plus 16 25. അപ്പോൾ 18:25 ആയിരിക്കും നമ്മുടെ ആൻസർ. 18:25 ആയിരിക്കും നമ്മുടെ ആൻസർ. അത് നമ്മുടെ ഓപ്ഷനിലുണ്ടോ നോക്കാം. ഓപ്ഷനിലുണ്ടോ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, 2 numbers are in the ratio 2:3. 2 numbers are in the ratio 2:3. 2 numbers are in the ratio 2:3. 4 is subtracted from each. They are in the ratio 3:5. The numbers are, രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ 2:3 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ നമ്പേഴ്സിൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ റേഷ്യോ എന്ന് പറയുന്നത് 3:5 ആകും. ആഫ്റ്റർ സബ്ട്രാക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത് 3:5 ആകും. ഓപ്ഷൻ എ എന്താണ് 16ഉം 24ഉം ആണ് ഓപ്ഷൻസ്. ഓപ്ഷനിൽ എന്താണ് തന്നിരിക്കുന്നത് നമ്പേഴ്സ് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത് എന്താണ് നമ്പേഴ്സ് ആണ്. നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ എത്രയാണെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 2:3 എന്നാണ് തന്നിരിക്കുന്നത്. നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ 2:3 ആകുമ്പോൾ
തന്നിരിക്കുന്ന നമ്പേഴ്സ് റേഷ്യോ നോക്കുക. അപ്പോൾ എന്താണ് 16/24 ചെയ്ത് നോക്കുക. 16 24 8 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്താണ് 8 × 2 16 ആണ്, 8 × 3 24 ആണ്. അപ്പോൾ 2/3. അപ്പോൾ റേഷ്യോ സെയിം ആയി. നമുക്ക് റേഷ്യോ സെയിം ആയാൽ മാത്രം പോരല്ലോ, എന്താണ് നമ്പറിൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ റേഷ്യോ 3:5 ആകുകയും ചെയ്യണം. അപ്പോൾ എന്താണ് 16 - 4/24 - 4 എന്ന് പറഞ്ഞാൽ എത്രയാണ് റേഷ്യോ നോക്കാം. 16 - 4 എത്രയാണ് 12, 24 - 4 എത്രയാണ് 20. ഇത് തമ്മിൽ നമുക്ക് 4 കൊണ്ട് ക്യാൻസൽ ചെയ്യാമല്ലോ. എന്താണ് 4 × 3 12 ആണ്, 4 × 5 20 ആണ്. അപ്പോൾ എത്രയാണ് 3/5 ആണ് റേഷ്യോ. നമുക്ക് വേണ്ടിയ റേഷ്യോ 3/5, അതുകൊണ്ട് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞത്. ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും. നമ്പേഴ്സ് ഏതൊക്കെയാണ് 16 24 ആയിരിക്കും. ഇനി നമുക്ക് നോർമൽ മെത്തേഡിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്, 2 നമ്പേഴ്സ് ഉണ്ട്. ആ 2 നമ്പേഴ്സും തമ്മിലുള്ള റേഷ്യോ 2:3 ആണ്. ആ നമ്പേഴ്സിൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2:3 എന്നുള്ള റേഷ്യോ 3:5 ആകുമെന്ന് തന്നു. അപ്പോൾ എന്താണ് നമുക്ക് നമ്പേഴ്സിനെ എന്ത് വിളിക്കാം, 2:3 ആണ് നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ. അപ്പോൾ ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ 2x എന്നും മറ്റേ നമ്പർ എന്ന് പറഞ്ഞാൽ 3x എന്നും വിളിക്കാം. ഇനി അതിൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്താൽ 2x - 4 3x എന്നുള്ളത് 3x - 4 അത് തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താകും എന്നാണ് തന്നിരിക്കുന്നത്, 3/5 ആകും. 3/5 ആകും എന്നാണ് തന്നിരിക്കുന്നത്. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ എന്ത് വരും 2x - 4 × 5 = 3 × 3x - 4. ഇനി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും 2x × 5. അപ്പോൾ എന്താണ് 10x - 4 × 5 20 = 3 × 3x 9x - 3 × 4 12. ഇനി എന്താണ് ലൈക്ക് ടേംസ് ഒന്നിച്ചാക്കുക. അപ്പോൾ എന്താണ് 9x നമുക്ക് ലെഫ്റ്റിലേക്കും -20 റൈറ്റിലേക്കും കൊണ്ടുപോകാം. 9x ലെഫ്റ്റിലേക്ക് വരുമ്പോൾ എന്താവും -9x എന്നാവും. അപ്പോൾ 10x - 9x = -12 -20 റൈറ്റിലേക്ക് പോകുമ്പോൾ +20 ആകും. അപ്പോൾ 10x - 9x എന്താണ് x = -12 + 20 എത്രയാണ് 8. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 8 എന്ന് കിട്ടി. അങ്ങനെയാണ് നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെ വരാം. നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു 2x എന്നും 3x എന്നും ആയിരുന്നു. നമ്പേഴ്സ് ഏത് വരും, എക്സിൻ്റെ വാല്യൂ 8 ആണ്. അപ്പോൾ 2 × 8 16, 3 × 8 24. നമ്മുടെ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 16 24 ആയിരിക്കും. 14th ക്വസ്റ്റ്യൻ എന്താണ്, the angles of a triangle are in the ratio 2:7:11. The angles are, ട്രയാങ്കിളിന്റെ ആംഗിൾസിന്റെ റേഷ്യോ 2:7:11 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആംഗിൾസ് കണ്ടുപിടിക്കും. ഫസ്റ്റ് നമുക്ക് ട്രയൽ മെത്തേഡ് നോക്കാം. ഓരോ ഓപ്ഷൻസ് വെച്ച് നോക്കാം. ഓരോ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എന്താണ്, ആംഗിൾസ് ആണ്. ആ ആംഗിൾസിന്റെ റേഷ്യോ 2:7:11 ആണോ എന്ന് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ് 20 70 90 ആണ്. ഇത് സിംപ്ലിഫൈ ചെയ്താൽ 2:7:11 കിട്ടുമെന്ന് നോക്കാം. എന്താണ് എല്ലാം ചേഞ്ച് കൊണ്ട് ക്യാൻസൽ ചെയ്യുക. അപ്പോൾ എന്ത് വരും 2:7:9 വരും. നമുക്ക് വേണ്ടി എന്താ 2:7:11 ആണ്. അതുകൊണ്ട് ഓപ്ഷൻ എ അല്ല. ഓപ്ഷൻ ബി എന്താണ് 30 70 80 ആണ്. ഇത് 10 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ എന്ത് വരും 3:7:8 ആണ്. നമുക്ക് വേണ്ടിയത് 2:7:11 ആണ്. അതുകൊണ്ട് ഓപ്ഷൻ ബി അല്ല. അടുത്ത ഓപ്ഷൻ എന്താണ് 18 63 99 ആണ്. 18 63 99 നോക്കിയാലോ. 18 63 99 നമുക്ക് 9th ടേബിളിലുണ്ട്. അപ്പോൾ 9 വെച്ച് ഡിവൈഡ് ചെയ്യാമല്ലോ. അപ്പോൾ എന്ത് വരും 18 / 9 2 63 / 9 7 99 / 9 11. 2:7:11 റേഷ്യോ കിട്ടി. ഇത് തന്നെയല്ലേ നമുക്ക് വേണ്ടിയ റേഷ്യോ. ഇപ്പോൾ 2:7:11. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഇനി നമുക്ക് ഇർഷ്യൽ മെത്തേഡ് നോക്കാം. ട്രയാങ്കിളിൻ്റെ ആംഗിൾ സം എത്രയാണ് 180 ആണ്. അപ്പോൾ സം = 180. ഇവിടുത്തെ ഓരോ ആംഗിൾസും ഏതൊക്കെയാണ് 2x 7x 11x ആണ്. അപ്പോൾ എന്ത് വരും 2x + 7x + 11x എന്ന് പറയുന്നത് 180 ഈക്വൽ ആണ്. 2x + 7x 9x 9x + 11x 20x = 180.
എക്സ് ഈക്വൽ ടു 180 ഡിവൈഡഡ് ബൈ 20 എന്ന് വരും. 0 0 ക്യാൻസലായി 18 ഡിവൈഡ് ബൈ 2 9. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 9 കിട്ടി. അപ്പോൾ ഓരോ ആംഗിൾസ് എന്ത് വരും? 2x എന്നുള്ളത് 2 × 9 18 ആകും. 7x എന്നുള്ളത് 7 × 9 63 ആകും. 11x എന്നുള്ളത് 11 × 9 99 ആകും. അപ്പോൾ നമ്മുടെ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ 18 63 99. അടുത്ത ക്വസ്റ്റ്യൻ, ഡിവിഷൻ ഓഫ് rupees 324 between x and y in the ratio 11:7. x and y would get rupees എന്താണ്? ടോട്ടൽ റുപ്പീസ് 324 ആണ്. ടോട്ടൽ റുപ്പീസ് ഉള്ളത് 324 ആണ്. അതെങ്ങനെ ഡിവൈഡ് ചെയ്തു? എക്സും വൈയും ആയിട്ട് ഡിവൈഡ് ചെയ്തു. എക്സും വൈയും ആയിട്ട് ഡിവൈഡ് ചെയ്തു. 324 റുപ്പീസിനെ എക്സും വൈയും ആയിട്ട് ഡിവൈഡ് ചെയ്തു. തമ്മിലുള്ള റേഷ്യോ ഏത് റേഷ്യോയിൽ? 11:7 എന്ന റേഷ്യോയിൽ എക്സും വൈയും ആയിട്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എക്സും വൈയും എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് നമുക്ക് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? 204 120 ആണ് നമ്പേഴ്സ് തന്നിരിക്കുന്നത്. 204 ഡിവൈഡഡ് ബൈ 120 എത്രയാണെന്ന് നോക്കുക. 4 ഡിവൈഡഡ് ബൈ 120 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? 17/10 എന്ന് വരും. ബൈ 10 എന്നല്ലോ നമുക്ക് വേണ്ട റേഷ്യോ 11:7 ആണ്. അതുകൊണ്ട് ഓപ്ഷൻ എ അല്ല. ഓപ്ഷൻ ബി നോക്കാം. ഓപ്ഷൻ ബി എന്താണ്? 200ഉം 124. 200 ഡിവൈഡഡ് ബൈ 124 നോക്കുക. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്ര വരും? 50/31 എന്ന് വരും. നമുക്ക് വേണ്ടി എന്താണ്? 11:7 ആണ്. അതുകൊണ്ട് ഓപ്ഷൻ ബിയും അല്ല. അടുത്ത ഓപ്ഷൻ എന്താണ്? 180ഉം 144 ആണ്. 180ഉം 144ഉം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? 15/12 എന്ന് വരും. നമുക്ക് വേണ്ടി 11:7 ആണ്. അതുകൊണ്ട് ഓപ്ഷൻ സിയും അല്ല. നെക്സ്റ്റ് ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ആയിരിക്കും. അപ്പം ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും. ഇനി നമുക്ക് യൂഷ്വൽ മെത്തേഡ് നോക്കാം. യൂഷ്വൽ മെത്തേഡ് എങ്ങനെയാണ്? ടോട്ടൽ 324 റുപ്പീസ് ഉണ്ട്. ആ 324 റുപ്പീസ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തത്? എക്സും വൈയും ആയിട്ട് ഡിവൈഡ് ചെയ്തു. 11:7 റേഷ്യോയിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത്. അപ്പോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത് 11x എന്നും 7x എന്നും എടുക്കാം. അപ്പോൾ എന്ത് വരും? 11x + 7x എന്ന് പറയുന്നത് 324 ഈക്വൽ ആയിരിക്കും. 11x + 7x എത്രയാണ്? 18x. 18x ഈക്വൽ ടു 324. x ഈക്വൽ ടു 324 ഡിവൈഡഡ് ബൈ 18 എന്ന് വരും. ഇതിൻ്റെ ആൻസർ എത്രയാണ്? 324 ഡിവൈഡ് ബൈ 18 എന്ന് വരും. ഇതിൻ്റെ ആൻസർ എത്രയാണ്? 18 ആണ്. അപ്പോൾ നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെ ആയിരിക്കും? 11x എന്നാണ്. അപ്പോൾ 11 × 18 then 7 × 18 വരും. 7 × 18 126 എന്നും 11 × 18 198 എന്ന് വരും. 198ഉം 126ഉം ആണ് കിട്ടിയത്. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കില്ല. അതുകൊണ്ട് തന്നെ നൺ ഓഫ് ദീസ് ആയിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ. അടുത്തത് 16th ക്വസ്റ്റ്യൻ. 16th ക്വസ്റ്റ്യൻ എന്താണ്? ആനന്ദ് ഏൺസ് ₹18 7 hours and Pramod earns ₹19 12 hours. The ratio of their earning is. The earning എന്താണ്? ₹18 7 hours. പ്രമോദിന്റെ ഏർണിംഗ് എന്താണ്? ₹90 in 12 hours. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇവരുടെ ഏർണിങ്സിന്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏർണിങ്സിന്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ്? ആനന്ദിന്റെ ഏർണിങ്സ് ₹80 ആണ്. പ്രമോദിന്റെ ഏർണിങ്സ് ₹90 ആണ്. അപ്പോൾ 80 ഡിവൈഡഡ് ബൈ 90 ചെയ്താൽ മതിയോ? പോരാ. കാരണം എന്താണ്? 80 എന്നുള്ളത് 7 hours കൊണ്ട് ഏൺ ചെയ്യുന്ന റുപ്പീസ് ആണ്. 90 എന്നുള്ളത് 12 hours കൊണ്ട് ഏൺ ചെയ്യുന്ന റുപ്പീസ് ആണ്. അപ്പം നമ്മൾ റേഷ്യോസ് എഴുതുമ്പോൾ എന്തായിരിക്കണം? രണ്ടും സെയിം യൂണിറ്റ് ആയിരിക്കണം. അതായത് ഒന്നെങ്കിൽ രണ്ടും 7 hours ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ടും 12 hours ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് റേഷ്യോ ആയിട്ട് എഴുതാൻ പറ്റൂ. പിന്നെ എന്ത് ചെയ്താൽ മതി? രണ്ടിനെയും 1 hourൽ എത്ര രൂപ ഏൺ ചെയ്യുമെന്ന് നോക്കാം. എത്രയാണ്? 7 hours കൊണ്ട് 80 rupees ആനന്ദ് ഏൺ ചെയ്യും. അപ്പം അങ്ങനെയാണെങ്കിൽ 1 hour കൊണ്ട് ആനന്ദ് എത്ര ഏൺ ചെയ്യും? 1 hour കൊണ്ട് ആനന്ദ് എത്ര ഏൺ ചെയ്യും? 80 ഡിവൈഡഡ് ബൈ
7. ഇനി പ്രമോദ് 1 hour കൊണ്ട് എത്ര ഏൺ ചെയ്യും? 12 hours കൊണ്ട് 90 rupees ഏൺ ചെയ്യും. അങ്ങനെയാണെങ്കിൽ 1 hour കൊണ്ട് എത്രയായിരിക്കും? 90 divided by 12. ഇനി നമുക്ക് റേഷ്യോ എഴുതാമല്ലോ. അപ്പോൾ റേഷ്യോ എന്തായിരിക്കും? ആനന്ദിന്റെ ഏർണിംഗ് ബൈ പ്രമോദിന്റെ ഏർണിങ്സ് ആയിരിക്കും നമുക്ക് റേഷ്യോ കണ്ടുപിടിക്കണ്ടേ. ആനന്ദ് 1 hour ഏൺ ചെയ്യുന്ന റുപ്പീസ് എത്ര? 80/7 ഡിവൈഡഡ് ബൈ പ്രമോദ് 1 hour ഏൺ ചെയ്യുന്നത് എത്രയാണ്? 90/12. രണ്ട് ഫ്രാക്ഷൻ വരുമ്പോൾ എന്താണ്? ന്യൂമറേറ്റർ ഇൻറ്റു ഡിനോമിനേറ്ററിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താണ്? 12/90. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? 4/13 വരും. 0യും 0യും ക്യാൻസൽ ചെയ്യാം. മിച്ചം എന്താണ്? 8 × 4 ഡിവൈഡഡ് ബൈ 7 × 3. 8 × 4 32 ഡിവൈഡഡ് ബൈ 7 × 3 21. 32 ഡിവൈഡഡ് ബൈ 21. അതിന് എത്രയായിരിക്കും? 32 ഡിവൈഡഡ് ബൈ 21. ആനന്ദിന്റെ ഏർണിങ്സും പ്രമോദിന്റെ ഏർണിങ്സും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 32/21 ആയിരിക്കും. The ratio of two numbers is 7:10 and the difference is 105. The numbers are the ratio of two numbers 7:10. Two numbers തമ്മിലുള്ള ratio 7:10 ആണ്. Then their difference is 105. So 10x minus 7x എന്ന് പറയുന്നത് 105 ആണ്. ഇതിന്റെ ഡിഫറൻസ് 105 ആണ്. 10x minus 7x 3x. 3x equal to 105. അപ്പോൾ x equal to 105 divided by 3 എന്ന് വരും. ഇതിൻ്റെ ആൻസർ എത്ര വരും? 3 എന്ന് വരും. ഇതിൻ്റെ ആൻസർ എത്ര വരും? 35. അങ്ങനെയാകുമ്പോൾ നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 7x എന്ന് പറയുന്നത് 7 × 35. 10x എന്ന് പറയുന്നത് 10 × 35. 7 × 35 245 എന്ന് കിട്ടും. 10 × 35 350. അതുകൊണ്ട് നമ്മുടെ നമ്പേഴ്സ് എന്ന് പറയുന്നത് 245ഉം 350ഉം ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. PQ are 3 cities. The ratio of average temperature between P and Q is 11:12 and that between P and R is 9:8. The ratio between average temperature of Q and R. P, Q, R എന്ന് പറഞ്ഞ 3 സിറ്റീസ് തന്നിട്ടുണ്ട്. ഓരോ സിറ്റിയിലെയും ആവറേജ് ടെമ്പറേച്ചറിൻ്റെ റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. ഈ Q എന്ന സിറ്റിയിലെ ആവറേജ് ടെമ്പറേച്ചർ റേഷ്യോ എന്ന് പറയുന്നത് 11:12 ആണ്. അപ്പോൾ P/Q എന്ന് പറയുന്നത് 11/12 ആണ്. ഇനി എന്താണ് തന്നിരിക്കുന്ന റേഷ്യോ ബിറ്റ്വീൻ P ആൻഡ് R? അപ്പോൾ P/R എന്ന് പറയുന്നത് 9/8 എന്ന് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കുന്നത് എന്താണ്? Q/R ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് നോക്കി എന്ത് വരും? P/Q ഇൻറ്റു Q/R എന്ന് പറയുന്നതല്ലേ നമ്മുടെ P/R എന്ന് പറയുന്നത്. ടോട്ടൽ P/Q നമുക്ക് P/R നമുക്കറിയാം. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. P/Q എന്ന 11/12 ഇൻറ്റു Q/R ഇസ് ഈക്വൽ ടു P/R എത്രയാണ്? 9/8. ഇതിൽ നിന്ന് Q/R കണ്ടുപിടിക്കാമല്ലോ. ഇസ് ഈക്വൽ ടു 9/8 ഇൻറ്റു 12 വീട് ഡിവൈഡ് ചെയ്ത് എടുക്കുക. അതുകൊണ്ട് റൈറ്റിലേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലൈ ആകും. ഡിവൈഡഡ് ബൈ 11 മൾട്ടിപ്ലൈ ചെയ്താണ്. അപ്പോൾ ഇവിടെ വരുമ്പം ഡിവൈഡ് ആകും. 8 and 12 നമുക്ക് 4 കൊണ്ട് ക്യാൻസൽ ചെയ്യാമല്ലോ. അപ്പോൾ എന്ത് വരും? 2 3. 9 × 3 ഡിവൈഡഡ് ബൈ 2 × 11. 9 × 3 27 ഡിവൈഡഡ് ബൈ 2 × 11 22. ഇത് 27/22 എന്നുള്ളത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. If x is to y equal to 3:4, the value of x square y plus xy square is to x cube plus y cube എന്നാണ്. is to y equal to 3:4 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ x square plus y plus xy square is to x cube plus y cube ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് x/y is equal to 3/4 എന്ന് എഴുതാം. x/y is equal to 3/4 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തായിട്ട് എടുക്കാം? 3 ആയിട്ടും വൈയുടെ വാല്യൂ എന്തായിട്ടും 4 ആയിട്ടും എടുക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് x² y. x² y എന്ന് പറയുമ്പോൾ 3². അപ്പോൾ 3² 9 ഇൻറ്റു y എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 പ്ലസ് x എന്താണ്? 3
then y square എന്താണ് 4ന്റെ സ്ക്വയർ. അപ്പോൾ എന്ത് വരും 16 ഈസ് ടു എക്സ് ക്യൂബ് എന്താണ് 3 ക്യൂബ് എത്രയാണ് 27 പ്ലസ് y ക്യൂബ് 4ന്റെ ക്യൂബ് എത്രയാണ് 64 എത്രയാണ് 9 into 4 36 plus 63 into 16 48 is to 27 plus 64 91 36 plus 48 84 is to 91. അപ്പോൾ നമ്മുടെ ആൻസർ 84 is to 91 ആണ്. 84 is to 91 ആണ്. അതിനെ സിംപ്ലിഫൈ ചെയ്താൽ എത്ര വരും 12 is to 13 എന്ന് കിട്ടും. എന്താണ് 7 വെച്ച് ഡിവൈഡ് ചെയ്ത് നമുക്ക് 12 is to 13 എന്ന് കിട്ടും. If P is to Q is the subduplicate ratio of P minus x square is to Q minus x square, then find x square ആണ് ക്വസ്റ്റ്യൻ. എന്താണ് P is to Q എന്നുള്ളത് നമുക്ക് P by Q എഴുതാം. ഇതെന്ന് പറഞ്ഞ എന്തിനോട് ഈക്വൽ ആണെന്നാ പറഞ്ഞിരിക്കുന്നത് subduplicate ratio of P minus x square is to Q minus x square. P minus x square is to Q minus x square. ഇതിന്റെ subduplicate ratio ആണ്. അപ്പോൾ എന്താണ് സ്ക്വയർ റൂട്ട് ആണ്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം P by Q is equal to ഹോൾ റൂട്ട് എഴുതാമല്ലോ. P minus x square divided by Q minus x square. ഇനി സ്ക്വയർ റൂട്ട് കളയാൻ എന്ത് ചെയ്യണം രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യണം. അപ്പോൾ എന്ത് വരും പിയുടെ സ്ക്വയർ P സ്ക്വയർ Q സ്ക്വയർ is equal to സ്ക്വയർ ചെയ്യുമ്പം റൂട്ട് പോകും. അപ്പോൾ എന്താണ് P minus x square by Q minus x square എന്ന് കിട്ടും. ക്ലോസ് ചെയ്യുമ്പോൾ എന്ത് വരും P square into Q minus x square is equal to Q square into P minus x square. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാമല്ലോ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും P square into Q minus P square into x square is equal to Q square into P minus Q square into x square. ഇനി x square ഉള്ള ടേംസ് എല്ലാം നമുക്ക് ഒരു സൈഡിൽ കൊണ്ടുവരാമല്ലോ. അപ്പോൾ എന്ത് വരും മൈനസ് P square x square. ഇനി എന്താണ് റൈറ്റ് സൈഡിൽ കിടക്കുന്ന മൈനസ് Q square x square ലെഫ്റ്റിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ എന്ത് വരും പ്ലസ് Q square x square is equal to ലെഫ്റ്റ് റൈറ്റിൽ എന്താണ് ഉള്ളത് Q square P. ഇനി പ്ലസ് P square Q എന്നാണ്. അതപ്പോൾ റൈറ്റിലേക്ക് പോകുമ്പോൾ മൈനസ് P square Q എന്നാകും. ഇനി എന്താണ് ഈ രണ്ട് ടേമിലും എക്സ് സ്ക്വയർ ഉണ്ട്. നമുക്കത് കോമൺ എടുക്കാമല്ലോ. അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് P square പ്ലസ് Q square എന്ന് വരും ഇസ് ഇക്വൽ ടു ഈ രണ്ട് ടേമിലും പി ക്യൂ കോമൺ എടുക്കാമല്ലോ. അപ്പോൾ പി ക്യൂ ഇൻറ്റു ക്യൂ സ്ക്വയർ ചെയ്യുമ്പോൾ നമ്മൾ ക്യൂ വെളിയിലെടുത്തപ്പോൾ മിച്ചം ക്യൂ പി നമ്മൾ വെളിയിലെടുത്തപ്പോൾ ക്യൂ സ്ക്വയർ പിന്ന് പി ക്യൂ ഇപ്പോൾ കോമൺ എടുത്തപ്പോൾ മിച്ചം എന്ത് വന്നു ക്യൂ മൈനസ് പി സ്ക്വയർ ക്യൂ നിന്ന് പി ക്യൂ കോമൺ എടുത്തപ്പോൾ മിച്ചം എന്ത് വന്നു ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് എക്സ് സ്ക്വയർ ആണ്. നമുക്ക് കിട്ടിയത് എന്താണ് എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഈസ് ഇക്വൽ ടു പി ക്യൂ ഇൻറ്റു ക്യൂ മൈനസ് പി എന്നാണ് കിട്ടിയത്. ഇതിൽ നമുക്ക് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് സ്ക്വയർ ഈസ് ഇക്വൽ ടു പി ക്യൂ ഇൻറ്റു ക്യൂ മൈനസ് പി. ഇവിടെ മൈനസ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ എക്സ് സ്ക്വയറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കും. അതുകൊണ്ട് റൈറ്റിലേക്ക് പോകുമ്പോൾ എന്താകും ഡിവിഷൻ ആകും. മൈനസ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയറിനെ നമുക്ക് ക്യൂ സ്ക്വയർ മൈനസ് പി സ്ക്വയർ എഴുതാമല്ലോ. ക്യൂ സ്ക്വയർ മൈനസ് പി സ്ക്വയർ എന്നുള്ളത് ഏത് ഫോമിലാണ് എ സ്ക്വയർ മൈനസ് പി സ്ക്വയർ എന്നുള്ള ഫോമിലാണ്. എ സ്ക്വയർ മൈനസ് പി സ്ക്വയർ എന്താണ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ ഇവിടെ എന്ത് എഴുതാം ക്യൂ മൈനസ് പി ഇൻറ്റു ക്യൂ പ്ലസ് പി എന്ന് എഴുതാമല്ലോ. അപ്പോൾ പി ക്യൂ ഇൻറ്റു ക്യൂ മൈനസ് പി ഹോൾ ഡിവൈഡഡ് ബൈ ക്യൂ സ്ക്വയർ മൈനസ് പി സ്ക്വയറിനെ ക്യൂ പ്ലസ് പി ഇൻറ്റു മൈനസ് പി എന്ന് എഴുതാം. ഇതാണ് ക്യൂ മൈനസ് പിയും ക്യാൻസൽ ചെയ്യാമല്ലോ. മിച്ചം എന്ത് വന്നു പി ക്യൂ ബൈ ക്യൂ പ്ലസ് പി. അപ്പം നമ്മുടെ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് പി ക്യൂ ബൈ ക്യൂ പ്ലസ് പി. ഓപ്ഷൻ സി പി ക്യൂ ബൈ ക്യൂ പ്ലസ് പി ആണ്. ഇഫ് 2s is to 3t is the duplicate ratio of 2s minus p is to 3t minus p, then 2s is to 3t. 2s is to 3t നമുക്ക് 2s by 3t എന്ന് എഴുതാം. അതെന്ന് പറഞ്ഞാൽ എന്താണ് is the duplicate ratio of 2s minus p
3t മൈനസ് പി. ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോനോടാണ് ഈക്വൽ. അപ്പൊ എന്താണ് സ്ക്വയർ ചെയ്യും. 2s മൈനസ് പി ഹോൾ സ്ക്വയർ എന്നുള്ളത് ഏതാണ്? എ മൈനസ് പി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലാണ്. എ മൈനസ് പി ഹോൾ സ്ക്വയർ എന്താണ്? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2s by 3t is equal to 2s minus p whole square എന്താണ്? a square. a square അപ്പം എന്ത് വരും? 4s square എന്ന് വരും. 4s square minus ab. 2ab എന്ന് പറയുമ്പോൾ 2 into 2s into p എന്ന് വരും. അപ്പോൾ 2 into 2s 4s p എന്ന് വരും പ്ലസ് b square. അപ്പം എന്താണ്? p square divided by 3t minus p whole square. 3t square എന്താണ്? 9t square minus 2 into 3t into p. 2 into 3t 60. 60 into p 60p plus b square. അപ്പോൾ എന്താണ്? p square. ഇത് ചെയ്യാൻ നമുക്ക് ഇതിനെ ക്രോസ് ചെയ്യാമല്ലോ. അപ്പോൾ എന്താണ്? 2s into 9t square minus 60p plus p square is equal to 3t into 4a square minus 4sp plus p square. ഇനി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യാമല്ലോ. 2s into 9t square അപ്പോൾ എന്ത് വരും? 18st square minus 2s into 60p. 12 into 6 12stp plus 2s into p square അപ്പോൾ 2sp square is equal to 3t into 4a square അപ്പോൾ എന്ത് വരും? 12ts square minus 3t into 4sp 12tsp plus 3t into p square 3tp square. ഇവിടെ മൈനസ് 12stp ഉണ്ട്, ഇവിടെ മൈനസ് 12stp ഉണ്ട്. അപ്പോൾ രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാമല്ലോ. മിച്ചം എന്താണ്? 18st square plus 2sp square is equal to 12ts square plus 3tp square. ഈ ടേമിലും st ഉണ്ട്. അപ്പോൾ അത് എന്ത് വരും? 18st square minus 12ts square is equal to 3tp square minus 2sp square എന്ന് വരും. ഈ രണ്ട് ടേമിലും st കോമൺ ആണ്. നമുക്ക് st കോമൺ എടുക്കാമല്ലോ. st. ഇനി മിച്ചം എന്തുകൊണ്ട്? 18t മൈനസ് ഇവിടെ മിച്ചം എന്തുകൊണ്ട്? 12s is equal to രണ്ട് ടേമിലും പി സ്ക്വയർ കോമൺ എടുക്കാമല്ലോ. അപ്പോൾ പി സ്ക്വയർ ഇൻറ്റു 3t മൈനസ് 2s. 18tക്കകത്തും 12sൻ്റെ അകത്തും നമുക്ക് 6 കോമൺ എടുക്കാമല്ലോ. അപ്പോൾ എന്താണ്? 6st ഇൻറ്റു 6 into 3 ആണ് 18. അപ്പോൾ 3t മൈനസ് 6 into 2 ആണ് 12. അപ്പം 2s is equal to p square into 3t minus 2s. രണ്ട് സൈഡിലും 3t മൈനസ് 2s വന്ന് നമുക്ക് ക്യാൻസൽ ചെയ്യാമല്ലോ. മിച്ചം എന്ത് വന്നു? പി സ്ക്വയർ ഈക്വൽ ടു 6st. ഇത് നമ്മുടെ ഓപ്ഷൻ്റെ അകത്തുള്ളതാണ് നമ്മുടെ ആൻസർ. പി സ്ക്വയർ ഈക്വൽ ടു 6st ആണ് ആൻസർ. 22nd എന്താണ്? If p is to q equal to 2 is to 3. p is to q എന്ന് പറഞ്ഞാൽ 2 is to 3. അപ്പോൾ p by q is equal to 2 by 3 എഴുതാം. x is to y equal to 4 is to 5. അപ്പോൾ x by 5 equal to 4 by 5. Find the value of 5px plus 3qy is to 10px plus 4qy. 5px plus 3qy is to 10px plus 4qy ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താണ്? p by q എന്ന് പറഞ്ഞാൽ 2 by 3 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ pനെ നമുക്ക് 2 ആയിട്ടും qവിനെ 3 ആയിട്ടും എടുക്കാം. ഇവിടെ x by y equal to 4 by 5 എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് x എന്ന് പറയുന്നത് എത്രയാണ്? 4. y എന്ന് പറയുന്നത് എത്രയാണ്? 5. pയും qവും xും yയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പോൾ എന്ത് വരും? 5 into p ആണ് 2. അപ്പോൾ 5 into
2 into x എത്രയാണ് 4 പ്ലസ് 3 into q എത്രയാണ് 3 into y എത്രയാണ് 5 is to 10 into p എത്രയാണ് 2 into x എത്രയാണ് 4 പ്ലസ് 4 into q എത്രയാണ് 3 into y എത്രയാണ് 5 5 into 2 10 10 into 4 14 plus 3 into 3 9 9 into 5 45 is 10 into 2 20 20 into 4 80 plus 4 into 3 12 12 into 5 60 40 plus 45 85 is to 80 61 40 നമുക്ക് 5 കൊണ്ട് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ എത്ര വരും 17 is to 28 എന്ന് വരും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 17 is to 28 ആയിരിക്കും. The number which when subtracted from each of terms of the ratio 19 is to 31 reducing it to 1 is to 4. പിന്നെ എന്താണ് തന്നിരിക്കുന്നത്? രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ 19 is to 31 ആണ്. ആ രണ്ട് നമ്പേഴ്സിൽ നിന്നും സെയിം നമ്പർ സബ്ട്രാക്ട് ചെയ്തപ്പോൾ റേഷ്യോ എന്ന് പറയുന്നത് 1/4 ആയി. അപ്പോൾ എന്താണ് സെയിം നമ്പർ? നമുക്ക് ആ നമ്പറിനെ എക്സ് എന്ന് വിളിക്കാം. അപ്പോൾ എന്താണ് 90 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 31 മൈനസ് എക്സ് എന്ന് പറയുന്നത് 1/4 ഈക്വൽ. ഇനി എന്ത് ചെയ്യണം? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എന്ത് വരും? 4 into 90 മൈനസ് എക്സ് to 1 into 31 minus x. 4 into 19 76 minus 4 into x 4x is equal to 31 minus x. പിന്നെ വരും ലൈക്ക് ടേംസ് ഒന്നിച്ചാക്കണ്ട. 76 minus 31 is equal to minus x plus 4x. 76 minus 31 45 is equal to minus x plus 4x 3x. x equal to എന്ത് വരും? 45 divided by 3 എന്ന് വരും. 5 divided by 3 എത്രയാണ്? 15. The third question answer option A ആയിരിക്കും. Option A answer 15 ആയിരിക്കും. Question: daily earnings of two persons are in the ratio 4 is to 5 and their daily expense are in the ratio 7 is to 9. If each saves rupees 50 per day, their daily earnings in rupees are. എന്താണ് തന്നിരിക്കുന്നത്? ഏർണിങ്സിന്റെ റേഷ്യോ 4 is to 5 എന്നും എക്സ്പെൻസിന്റെ റേഷ്യോ 7 is to 9 എന്നും അവർ ഡെയിലി സേവ് ചെയ്യുന്ന റുപ്പീസ് എന്ന് പറയുന്നത് 50 എന്നും തന്നിട്ടുണ്ട്. ഏർണിങ്സിന്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കുന്നത്. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യാം. എന്താണ് ഓപ്ഷൻസ് തന്നിരിക്കുന്ന ഏതൊക്കെ നമ്പേഴ്സിന്റെ റേഷ്യോ ആണ് 4/5 വരുന്നത് എന്ന് നോക്കാം. ഓപ്ഷൻ എ എന്താണ്? 14 50 ആണ്. അപ്പോൾ 40/50 എത്രയാണ്? 4/5 ആണ്. അപ്പോൾ 4 is to 5 ഈക്വൽ ആയി. ഇനി എന്താണ് അവർ സേവ് ചെയ്യുമ്പോൾ 50 റുപ്പീസ് സേവ് ചെയ്യുമ്പോൾ ഉള്ള എക്സ്പെൻസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 7 is to 9 ആയിരിക്കണം. എക്സ്പെൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഏർണിംഗ് മൈനസ് സേവിങ്സ് ആണ്. ഏർണിങ്സ് മൈനസ് സേവിങ്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് എക്സ്പെൻസ് കിട്ടുന്നത്. എന്താണ് നമുക്കിപ്പോൾ 1450 ആണ് ഏർണിംഗ് കിട്ടിയെങ്കിൽ ഇപ്പം എന്താണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്? 40 മൈനസ് 50 ഡിവൈഡഡ് ബൈ 50 മൈനസ് 50. ഇതെന്ന് പറയുന്നത് പോസിബിൾ അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ അല്ല നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി എന്താണ്? 15 40 ആണ്. അപ്പോൾ 50/40 നോക്കാം. 50/40 ചെയ്യുമ്പോൾ എന്ത് വരും? 5/4. അതല്ലല്ലോ നമുക്ക് വേണ്ടി. അടുത്ത ഓപ്ഷൻ എന്താണ്? 400 500 ആണ്. അപ്പോൾ 400/500 ചെയ്യുമ്പോൾ എത്ര വരും? 4/5 വരും. 100 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 4/5 വന്നു. അതിന്റെ എക്സ്പെൻസിന്റെ റേഷ്യോ 7/9 ആണോ നോക്കാം. അപ്പോൾ അതെങ്ങനെയാണ്? 400 മൈനസ് 50 ഡിവൈഡഡ് ബൈ 500 മൈനസ് 50 ചെയ്യുക. 400 മൈനസ് 50 എത്രയാണ്? 350 ഡിവൈഡഡ് ബൈ 500 മൈനസ് 50 450. ചെയ്യുമ്പോൾ എന്ത് വരും? 35/45 എന്ന് വരും. 35/45 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 7/9. നമ്മുടെ എക്സ്പെൻസിന്റെ റേഷ്യോയും 7/9 ആണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ. സി ആയിരിക്കും 24th ക്വസ്റ്റ്യൻ്റെ ആൻസർ. അതടി ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? ഏർണിങ്സിന്റെ റേഷ്യോ 4/5. അപ്പം നമുക്ക് ഏർണിങ്സ് 4x എന്നും 5x എന്നും വിളിക്കാം. 10 എത്ര റുപ്പീസ് ആണ് അവർ സേവ് ചെയ്യുന്നത്? 50 ആണ്. 4x മൈനസ് 50 ഡിവൈഡഡ് ബൈ 5x മൈനസ് 50 is equal to എക്സ്പെൻസിന്റെ റേഷ്യോ അത് എത്രയാണ്? 7/5. 7/9 ആണ്.
ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 9 into 4x 36x minus 9 into 50 450 is equal to 7 into 5x 35x minus 7 into 50 350. ഇത് ചെയ്യുമ്പോൾ എന്ത് വരും? 36x minus 35x is equal to minus 350 plus 450 എന്ന് വരും. 36 minus 35 1 ആണ്. അപ്പം x is equal to minus 350 plus 450 100. എക്സിൻ്റെ വാല്യൂ 100 കിട്ടും. അതുകൊണ്ട് തന്നെ അപ്പം എന്താണ് നമ്മുടെ നമ്പേഴ്സ്? 4x ആണ്. 4x എന്നുള്ളത് 400 എന്ന് വരും. 5x എന്നുള്ളത് 500 എന്ന് വരും. ഇതന്നെയല്ലേ നമുക്ക് ട്രയൽ ചെയ്തപ്പോഴും കിട്ടിയത്. അടുത്തത് 25th question. 25th question എന്താണ്? The ratio between the speed of two train is 7:8. If the second train runs 400 km in 5 hours, speed of first train is. തമ്മിലുള്ള സ്പീഡ് തന്നിട്ടുണ്ട്. S1 S2 എന്ന് എടുക്കാം. ഫസ്റ്റ് ട്രെയിനിൻ്റെ സ്പീഡിനെ S1 എന്നും സെക്കൻഡ് ട്രെയിനിൻ്റെ സ്പീഡിനെ S2 എന്നും വിളിക്കാം. രണ്ട് ട്രെയിനിൻ്റെ സ്പീഡ് എന്താണ് തന്നിരിക്കുന്നത്? 7:8. 7:8 നമുക്ക് 7/8 എന്ന് എടുക്കാം. ഇനി എന്താണ് തന്നിരിക്കുന്നത്? സെക്കൻഡ് ട്രെയിൻ 400 km 5 hours കൊണ്ട് ട്രാവൽ ചെയ്തു. 400 km 5 hours കൊണ്ട് ട്രാവൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ സ്പീഡ് കണ്ടുപിടിക്കാമല്ലോ, അതായത് S2 കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ വരും? സ്പീഡ് എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. എത്രയാണ്? 400 ആണ്. 400 ഡിവൈഡഡ് ബൈ ടൈം എത്രയാണ്? 5. എന്ത് വരും? 400 ഡിവൈഡഡ് ബൈ 5 അപ്പോൾ എത്രയാണ്? 80 വരും. സ്പീഡ് എന്ന് പറഞ്ഞത് 80 കിട്ടും. അപ്പം S1/S2 = 7/8 എന്ന്. അപ്പം നമുക്ക് സ്പീഡ് എത്രയാണ് ഇവിടെ കിട്ടിയത്? സെക്കൻഡ് S2 ആണ് കിട്ടിയത്. അത് എത്രയാണ്? 80 ആണ്. അപ്പം എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇവിടുത്തെ ടേം ആണ് കണ്ടുപിടിക്കുന്നത്, അതായത് ആൻറ്റിസിഡൻ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. 8 × എത്ര ചെയ്തപ്പോഴാണ് കോൺസിക്വൻ്റ് ആയ 80 കിട്ടിയത്? 8 × 10 ചെയ്തപ്പോഴാണ് നമുക്ക് 80 കിട്ടിയത്. അപ്പം എന്താണ്? 7 × 10 അല്ലേ ഇവിടെ ചെയ്യേണ്ടത്? 7 × 10 എത്രയാണ്? 70. അപ്പോൾ ഫസ്റ്റ് ട്രെയിനിൻ്റെ സ്പീഡ് എത്രയായിരിക്കും? 70 ആയിരിക്കും. സ്പീഡിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോമീറ്റർ. ഡിസ്റ്റൻസ് കിലോമീറ്റർ ആണ്, ടൈം അവറിലാണ്. അപ്പം സ്പീഡിൻ്റെ യൂണിറ്റ് km/h ആയിരിക്കും. അപ്പം നമ്മുടെ ആൻസർ 70 km/h ആയിരിക്കും. Z ആയിരിക്കും ആൻസർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് ചാപ്റ്ററിലെ റേഷ്യോ എന്ന് പറഞ്ഞ യൂണിറ്റിലെ ഫസ്റ്റ് എക്സസൈസ് ആണ്. എക്സസൈസ് 1A ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു ഓൾ.